അപ്പോൾ ന്യൂ ബോൺ എക്സാമിനേഷനിൽ നമ്മൾ റെക്റ്റം ഉണ്ടോ അല്ലെങ്കിൽ ഏനൽ ഓപ്പണിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കും എന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് നോക്കുക? ഹിയർ എ സ്മോൾ ഗ്ലൗഡ് ഫിംഗർ ഓർ എ തെർമോമീറ്റർ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ റെക്റ്റം ഓഫ് ദ ഇൻഫൻറ്റ്. ഇത് പാസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വി ക്യാൻ നോ ദാറ്റ് ദർ ഇസ് നോ റെക്ടൽ ഓപ്പണിംഗ് ഫോർ ദ ചൈൽഡ്. സോ എന്താ ചെയ്യുക? എ ഗ്ലൗഡ് സ്മോൾ ഫിംഗർ or thermometer cannot be inserted into the infant's rectum if there is an anorectal malformation. ഇനി വേറെ കാണാൻ പറ്റുന്ന കാര്യമാണ് കുട്ടി മ്യൂക്കോണിയം പാസ് ചെയ്യണം എന്നില്ല. പിന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് there can be abdominal distension, and if you examine the area from which the meconium passes, if there is meconium in stool, it may suggest recto-urinary fistula. ഇവിടെ ഒരു തിരുത്തുണ്ട്. If there is meconium in urine, it may suggest recto-urinary fistula. സോ ഫിസിക്കൽ എക്സാമിനേഷന് നമ്മൾ ചെയ്യുന്നത് ഏനൽ ഓപ്പണിംഗ് ഉണ്ടോ, റെക്ടൽ പൗച്ചൊക്കെ ഉണ്ടോ എന്നൊക്കെ എക്സാമിൻ ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ഗ്ലൗഡ് ആയിട്ടുള്ള സ്മോൾ ഫിംഗറോ അല്ലെങ്കിൽ തെർമോമീറ്ററോ കുട്ടിയുടെ റെക്ടം അല്ലെങ്കിൽ ഏനൽ ഓപ്പണിംഗ് കൂടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കും. If it doesn't pass through, you can know that the child has anorectal malformation. വേറെ ഒരു ഫൈൻഡിങ് ആണ്, ഇവിടെ കുട്ടികൾ മ്യൂക്കോണിയം പാസ് ചെയ്യണം എന്നില്ല, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാവും. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം മ്യൂക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ you can indicate that the child can have recto-urinary fistula. ഫീമെയിൽ ചൈൽഡിനെയാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ പെരിനിയത്തിൽ എത്ര ഓപ്പണിംഗ് കാണണം? ദർ ഷുഡ് ബി 3 ഓപ്പണിംഗ്. ദാറ്റ് ഈസ് വജൈനൽ ഓപ്പണിംഗ്, ദ rectal opening as well as the urinary opening. If there is only one opening, it is known as cloacal malformation. അതായത് ക്ലോയേക്ക പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും ഒരൊറ്റ കനാല് കൂടിയാണ് 3 ഓപ്പണിങ്ങും വരുന്നത്. If there are only 2 openings in the child's perineum, it may indicate that urethra is separate but rectal opening is in the vagina. സോ 2 ഓപ്പണിംഗ് മാത്രമേ കുട്ടിക്ക് ഉള്ളൂ എങ്കിൽ യുറീത്ര സെപ്പറേറ്റ് ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ റെക്ടവും വജൈനയും ഒരൊറ്റ ഓപ്പണിങ്ങിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഇഫ് ദർ ആർ 3 ഓപ്പണിങ്സ്, ഇറ്റ് മേ ഇൻഡിക്കേറ്റ് എ നോർമൽ ചൈൽഡ് ബട്ട് ദർ ക്യാൻ ബി സ്റ്റീനോസിസ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് തിങ്സ് ദാറ്റ് മേ ഹാപ്പൻ ഇൻ എ ഫീമെയിൽ ചൈൽഡ്. ഒരു ഓപ്പണിങ്ങേ ഉള്ളെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്ലോയേക്കൽ മാൽഫോർമേഷൻ. 2 ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ യുറീത്ര സെപ്പറേറ്റ് ആണ്, പക്ഷേ റെക്ടവും വജൈനയും ഒരൊറ്റ ഓപ്പണിങ്ങിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. 3 ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോർമൽ ബട്ട് ദർ ക്യാൻ ബി സ്റ്റീനോസിസ്. അപ്പോൾ സ്റ്റീനോസിസ് മാത്രമേ കുട്ടിക്ക് ഉള്ളൂ എങ്കിൽ 1 ഇയർ വരെ അത് അത്ര എവിഡൻ്റ് ആവണം എന്നില്ല. 1 ഇയറിന് ശേഷമായിരിക്കും കുട്ടിക്ക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവുക. So manifestations there can be history of obstipation or difficult defecation. So കുട്ടിക്ക് constipation കാണിക്കാം, അതിൻ്റെ ഒപ്പം തന്നെ there can be obstipation. എന്താ ഈ obstipation? Failure to pass even flatus, അതിന് പറയുന്ന പേരാണ് obstipation. സോ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ കാണാം, അതിൻ്റെ ഒപ്പം തന്നെ if there can be obstipation also, where obstipation is the failure to pass even flatus. നീഡ് ഫോർ റിപ്പീറ്റഡ് എനിമ. സോ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ കാരണം കുട്ടിക്ക് എനിമ വെച്ചാൽ മാത്രമേ കുട്ടി സ്റ്റൂള് പാസ് ചെയ്യണം എന്നുള്ളൂ. ദർ ക്യാൻ ബി അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ആൻഡ് ദർ ക്യാൻ ബി റിബൺ ലൈക്ക് സ്റ്റൂൾസ്. സോ സ്റ്റീനോസിസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഹാർഡ് ടു ഡയഗ്നോസ്. 1 വയസ്സ് വരെ ആ കുട്ടികൾ അപ്പാരൻ്റ് ആയിരിക്കും. 1 വയസ്സിൽ ദർ ക്യാൻ ബി സം manifestations like history എടുക്കുമ്പോൾ the mother would say that the child has constipation and obstipation. എനിമ കൊടുത്താൽ മാത്രമേ കുട്ടി സ്റ്റൂള് പാസ് ചെയ്യാറുള്ളൂ. ദർ ക്യാൻ ബി അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ആൻഡ് റിബൺ ലൈക്ക് സ്റ്റൂൾസ്. ഇനി ഇതിൻ്റെ കൺഫർമേറ്ററി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ് എ പ്ലെയിൻ റേഡിയോഗ്രാഫി ഓർ ആൻ ഇൻവെർട്ടോഗ്രാം ഓർ വാഗൻസ്റ്റീൻ റൈസ് എക്സ്റേ. സോ 3 പേരുകളാണ് ഉള്ളത്: പ്ലെയിൻ റേഡിയോഗ്രാഫി, ഇൻവെർട്ടോഗ്രാം അല്ലെങ്കിൽ വാഗൻസ്റ്റീൻ റൈസ് എക്സ്റേ. സോ ഇതിൽ നമ്മൾ ചെയ്യുക,
we will take a plain X-ray and of the perineum, and we will assess the distance between the closed end of the rectum and the anal dimple. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ കുട്ടീനെ പൊസിഷൻ ചെയ്ത ശേഷം ഒരു എക്സ്റേ എടുക്കും ഓഫ് ദ പെരിനിയം. ഈ എക്സ്റേയിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ഹൗ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ anal dimple ആസ് വെൽ ആസ് ദ റെക്ടം. സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ഈ ഒരു ടെസ്റ്റിൽ അസസ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രത്യേക പൊസിഷനിലാണ് കുട്ടിയെ കിടത്തുക എന്നല്ലേ. സോ ഹിയർ ദ ഇൻഫൻറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ആൻ അപ്പ് ഡൗൺ പൊസിഷൻ or a lateral position with knees pushed against the abdomen. സോ കുട്ടീനെ ഇങ്ങനെ ആനക്കുട്ടിയാക്കിയിട്ടാണ് കിടത്തുക. സോ ആനക്കുട്ടിയാക്കി നീസൊക്കെ അബ്ഡോമൻ്റെ അടുത്തേക്ക് ഡ്രാഗ് ചെയ്ത് എന്നിട്ടാണ് കുട്ടിയുടെ എക്സ്റേ നമ്മൾ എടുക്കുക. Here an opaque object is placed at the anal dimple and the radiograph is taken. So കുട്ടിയുടെ വെളിയിൽ കാണുന്ന anal ഓപ്പണിങ്ങിൻ്റെ അവിടെ നമ്മളൊരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെക്കും in order to get one landmark. അതിനുശേഷം റേഡിയോഗ്രാഫ് എടുക്കും. സോ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ആനക്കുട്ടിയാക്കി അല്ലെങ്കിൽ ആനക്കുട്ടി ആ ഒരു കമിഴ്ന്ന് കിടക്കുന്ന പൊസിഷനിൽ നമ്മൾ കിടത്തും. The knees would be drawn up to the abdomen. ചൈൽഡിൻ്റെ anal ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു പേക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. ആൻ എക്സ്റേ ഇസ് ടേക്കൺ. ഈ എക്സ്റേയിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ anal ഓപ്പണിംഗ് ആൻഡ് ദ റെക്ടം. So for example, this is the X-ray which is obtained. ഇവിടെ this is the opaque object. നമ്മൾ പ്ലേസ് ചെയ്യുന്ന opaque object ആണ് ഈ ഒരു ഏരിയയിൽ കാണിക്കുന്നത്. And we will examine the distance between this and the anal opening. So that was about the first test, which is known as plain radiography or invertogram or Wagenstein-Rice X-ray. വാഗൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് വാഗൻസ്റ്റീൻ റൈസ് എക്സ്റേ എന്ന് ഈ ഒരു ടെസ്റ്റിന് പേര് വരാൻ കാരണം. ഹിയർ വി വിൽ എക്സാമിൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the anal opening as well as the rectum. അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ലീഷനെ ക്ലാസിഫൈ ചെയ്യുക ആസ് ഹൈ ടൈപ്പ്, ലോ ടൈപ്പ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ്. ഹൈ ടൈപ്പ് എന്ന് പറയുമ്പോൾ ദ ലീഷൻ വുഡ് ബി ലൊക്കേറ്റഡ് എബവ് ദ ട്രാൻസ്ലിവേറ്റർ ani മസിൽ. ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ലെവൽ ഓഫ് ദ ലിവേറ്റർ ani മസിൽ. ആൻഡ് ലോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ബിലോ ദ ലിവേറ്റർ ani മസിൽ. സോ നിങ്ങൾ ഈ ഒരു റേഷ്യോ ഒന്നും പഠിക്കണം എന്നില്ല. എന്താണ് എക്സ്റേ, എങ്ങനെയാണ് എക്സ്റേ എടുക്കുക, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്യൽ ഹൈ, ലോ ആൻഡ് ഇൻ്റർമീഡിയറ്റ്, ഇത് മൂന്നും എഴുതിയാൽ മതിയാവും. And the other tests include a CT scan, a voiding cystogram, a distal cholestogram, intravenous pyelogram and UTI evaluation, cardiac evaluation, spinal evaluation, or evaluation of any other associated anomalies. So that was about the different tests used in ARM. അപ്പോൾ ARMത്തിൽ നമ്മൾ ചെയ്യുക ഹിസ്റ്ററി കളക്ഷൻ, a physical examination, a plain invertogram or a Wagenstein X-ray, which is the confirmatory test. അതിൻ്റെ ഒപ്പം we will do other tests in order to identify any other associated anomalies like CT scan, voiding cystogram, distal cholestogram, intravenous pyelogram and UTI evaluation, cardiac evaluation, spinal film in order to see any other congenital associated anomalies.